ഹായ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ്. നാടൻ രീതിയിലുള്ള ഒരു അടിപൊളി ഉപ്പേരിയാണ് ഇത്. പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ആർക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് ഇത്. ഇതിപ്പോൾ കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ ചക്കയല്ലേ, ആ ചക്കയുടെ ചെവിണിയാണേ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചെവിണി എന്നാണ് പറയുന്നത്. ഇന്നലെ വീട്ടിൽ ചക്ക കൊണ്ടുവന്നപ്പോൾ എന്നാൽ ഈ ചെവിണി വെച്ചിട്ട് ഒരു ഉപ്പേരി വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു മാറ്റി വെച്ചതാണ്. ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചേണിയില്ലേ അതിനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ പരിപാടീസൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് കഴിയും. ഇതിപ്പം കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ആഡാക്കിയിട്ടില്ല. വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ട് ഞാൻ സ്കിപ്പാക്കിയതാണ്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇത്തരം സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് നമ്മുടെ ചാനലിൽ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഉപ്പേരിയിലോട്ട് നമുക്കൊരു ഉള്ളിയും ഒരു പച്ചമുളകും ആവശ്യമായിട്ടുണ്ട്. പച്ചമുളകിന് എരിവുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണേൽ കൂട്ടിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെറിയ അളവിലാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുണ്ട്. 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. അപ്പോൾ നമുക്ക് ഉപ്പേരിക്ക് ഒരു ലൈറ്റ് യെലോയിഷ് കളറാണ് വേണ്ടത്. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് പിന്നെ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, നോക്കിയിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുക്കണം. നമ്മുടെ കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിത് ഒരു പാൻ ഇങ്ങനെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമല്ലേ, ആ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ട് നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതാ ഞാനിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. എന്നോട് ഫ്ലെയിം കുറയ്ക്കാൻ മറന്നുപോയി, അപ്പോൾ പെട്ടെന്ന് ചൂടായിട്ടോ, പുകയൊക്കെ കയറി. പിന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച് മിക്സാക്കി വെച്ച് ആ ചേണി ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ സിമ്മിലിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ശ്രദ്ധിച്ചോളണം, മറന്നു പോകണ്ട. പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവുക. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. അത് സ്കിപ്പാക്കണ്ട കേട്ടോ. കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ. അപ്പം എല്ലാവരും നിർബന്ധമായിട്ടും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് നല്ലോണം ഇളക്കിയെടുക്കാം. ഇത് നല്ലോണം ചെറിയ തീയിൽ കിടന്നിട്ട് വാടി വെന്ത് വരുന്ന സമയത്താണ് കേട്ടോ ഇതിൻ്റെ അടിപൊളി ടേസ്റ്റ് ആവുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിരുന്നു കേട്ടോ. ഇതിപ്പോൾ നോക്കിയേ, നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത്രയേ ഉള്ളൂ സംഭവം. അതിപ്പോൾ എന്താ പറയുക, ഞാനൊരു പ്ലേറ്റിലോടൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിലർ ഇതിൽ തേങ്ങ ഇടും കേട്ടോ. എനിക്കിപ്പോൾ അതിൽ തേങ്ങ ഇടുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല. നമ്മുടെ മുട്ടയൊക്കെ ഉപ്പേരി വെക്കില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ബൈ.